ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. പുറപ്പാടിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ തിരുവചനത്തിൽ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയാണ്, ഒരു ആത്മീയ യാത്ര, ലക്ഷ്യത്തിലേക്കുള്ള, ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. ഈ യാത്രയിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എൻ്റെ ദൈവം, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട് എന്നൊരു സത്യം. നമ്മുടെ ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങളിൽ പോലും എൻ്റെ കർത്താവ് ശ്രദ്ധാലുവാണ് എന്നൊരു സത്യമുണ്ട്. ജീവിതയാത്രയിലുടനീളം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളൊന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട, നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവ് ശ്രദ്ധാലുവാണ് എന്ന് വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ദൈവിക പരിപാലന, ഡിവൈൻ പ്രൊവിഡൻസ് നമ്മുടെ യാത്രയിൽ ഓരോ നിമിഷവും ഉണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പരിപാലനയിൽ ആശ്രയിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. അതായത് നല്ല തിരക്കുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ പരിപാലനയിൽ, ദൈവം നൽകുന്ന ഈ അനുനിമിഷമുള്ള പ്രൊവിഡൻസിൽ ആശ്രയിക്കാതെ എൻ്റെ കഴിവിൽ, നമ്മുടെയൊക്കെ കഴിവിൽ ആശ്രയിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ തിരക്കുള്ള ഒരു ലൈഫിൽ. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ബോണസ് പോലെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജീവിത വ്യഗ്രത, നല്ല ടെൻഷൻ, ഉത്കണ്ഠ, ആകുലത എന്ന് പറയുന്ന വലിയ വിപത്തിലേക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു റീസണാണ് നമ്മെ തന്നെ ആശ്രയിച്ചിട്ട് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ, മറന്നു പോകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയെക്കുറിച്ചും ഇതിനെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറച്ചൊക്കെ ഓവർകം ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ദൈവത്തിൻ്റെ പരിപാലന? ഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, കർത്താവ് സൃഷ്ടികർമ്മം സൃഷ്ടിച്ചപ്പോൾ, ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴൊക്കെ കർത്താവ് തനതായ പൂർണ്ണതയിലാണ് അതിനെയൊക്കെ സൃഷ്ടിച്ചത്. തനതായ പൂർണ്ണതയിൽ, അതായത് ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഒരു പെർഫെക്ഷനുണ്ട്. എന്നാൽ ഇതിൽ അടുത്ത ഒരു സത്യം ഇതാണ്, ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത ഒരു പൂർണ്ണതയുടെ പടിയിലേക്ക്, ആത്യന്തികമായിട്ടുള്ള ഒരു പൂർണ്ണതയിലേക്ക്, ഒരു പെർഫെക്ഷനിലേക്ക്, വീണ്ടും ഒരു പൂർണ്ണത, ആത്യന്തികമായ ഒരു പൂർണ്ണതയിലേക്ക് ദൈവം ഒരു സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, പ്രപഞ്ചം മുഴുവനും ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നിയോഗിക്കപ്പെട്ട ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥയിൽ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഈ ജീവിതം തന്നെ ഒരു യാത്രയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഡിവൈൻ പ്രൊവിഡൻസ്, ദൈവിക പരിപാലന എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മുടെ മേൽ, ഓരോ സൃഷ്ടിയുടെ മേലും നടത്തുന്ന ശ്രദ്ധയാണ് തമ്പുരാൻ്റെ പരിപാലന. അതായത് ആ ശ്രദ്ധയ്ക്ക് ഒരു പർപ്പസും ഉണ്ട്. ഈ ദൈവം ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ് എന്ന് പറയുമ്പോൾ ആ ശ്രദ്ധ, ദൈവം കൊടുക്കുന്ന ആ ശ്രദ്ധയ്ക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ദൈവിക പരിപാലനയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈ തമ്പുരാൻ്റെ ഈ ഒരു പരിപാലനയുടെ ലക്ഷ്യം കൂടി നമ്മൾ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പോകണം. അതിൻ്റെ ലക്ഷ്യം ഇതാണ്, നമ്മൾ പറഞ്ഞ ദൈവം ആഗ്രഹിക്കുന്ന ആത്യന്തിക പെർഫെക്ഷനിലേക്ക്, ആത്യന്തിക പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ളതാണ് തമ്പുരാൻ്റെ പരിപാലനം. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവിഡൻസിനേക്കാളും ഉപരി, അതോടൊപ്പം അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷനിലേക്ക് നയിക്കുന്നു. ആത്യന്തികമായ പെർഫെക്ഷനിലേക്ക്, ഈ യാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്യന്തികമായ പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് നയിക്കാനായിട്ട് ദൈവം ഒരുക്കുന്ന എല്ലാ കാര്യങ്ങളും, വഴി നടത്തുന്ന എല്ലാ കാര്യങ്ങളും, ദൈവം ഒരുക്കുന്ന എല്ലാ ക്രമവിധാനങ്ങളെയും നമ്മൾ
ദൈവിക പരിപാലന എന്ന് വിളിക്കുന്നു. ദൈവിക പരിപാലന. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ ദൈവം നയിക്കുന്ന ഓരോ വഴികൾ ഈ ദൈവിക പരിപാലനയുടെ ഭാഗമാണ്. നമ്മളുടെ ജീവിതയാത്രയിൽ ഈ ദൈവിക പരിപാലനയെക്കുറിച്ച് കുറച്ചുകൂടി ആഴമായ ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും നമുക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി ഈ ഒരു വിഷയത്തെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയുന്നുണ്ട്. ജോബ് ഇങ്ങനെയാണ് പറയുന്നത്, 10-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ. ജോബ് ഉള്ളം നിറഞ്ഞ കർത്താവിനോട് സഹനത്തിൻ്റെ സമയത്തൊക്കെ ഏറ്റു പറയുന്ന ഒരു വാക്ക് ഇതാണ്: അങ്ങ് എന്നെ സൃഷ്ടിച്ചു, അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു, അങ്ങനിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി, കർത്താവിൻ്റെ പരിപാലനയിൽ ഒരു കുഞ്ഞ് ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കൊച്ചുരേസ്യ പുണ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിശു സഹജമായ ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ആശ്രയിത്വം. ഒരു കുഞ്ഞ് ആശ്രയിക്കുന്ന പോലെ കൊച്ചുരേസ്യ പുണ്യതി പറയും, ഒരു അമ്മയുടെ കരത്തിൻ്റെ കീഴിൽ, അമ്മയുടെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ അമ്മയുടെ സംരക്ഷണത്തിൽ കീഴിലാണ്. ആ കുഞ്ഞ് സേഫാണ്, ഒരിക്കലും ആ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. പക്ഷേ അമ്മയുടെ സാമീപ്യത്തിൽ നിന്ന് മാറുമ്പോൾ, അമ്മയുടെ കരത്തിന് കീഴിൽ നിന്ന് മാറുമ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങും. ഇപ്പോൾ കൊച്ചുരേസ്യ പുണ്യതി പറയാം, ഒരു അമ്മയുടെ കരങ്ങളിൽ എന്ന പോലെ കർത്താവ് എന്നെ വഹിക്കുമ്പോൾ ഈ കരങ്ങളിലാണ് ഞാൻ തമ്പുരാൻ്റെ പരിപാലനയുടെ കരത്തിൻ കീഴിലാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിൽ അതേപോലെ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ് കൊച്ചുരേസ്യ പുണ്യയുടെ ജീവിതം നമ്മെ. അപ്പോൾ ഈ ഒരു ശിശു സഹജമായ ഒരു ആശ്രയത്വം, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, നിസ്സാര കാര്യങ്ങളിൽ പോലും ദൈവപരിപാലനയിൽ ഒരു കുഞ്ഞ് ആശ്രയിക്കുന്ന പോലെ, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുത്ത് പിന്നാലെ നടക്കുന്ന പോലെ, അതേപോലെയുള്ള ശിശു സഹജമായ ഒരു ആശ്രയത്വം നമ്മിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ദൈവപരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈശോ തുടങ്ങുന്ന ദൈവപരിപാലനയുടെ ഒരു വലിയൊരു സുവിശേഷം. അപ്പോൾ കർത്താവ് പറയാണ്, ഈ പറവകൾ അവരെ തീറ്റിപ്പറ്റുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയധികം ആകുലപ്പെടുന്നതെന്ന് ചോദിച്ചിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ഭാഗം. ഇവിടെ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, കുഞ്ഞുങ്ങളെപ്പോലെ ശിശു സഹജമായ ഒരു ആശ്രയത്വം, കർത്താവിൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്വം. നമ്മൾ പഴയ നിയമത്തിലൊക്കെ ഉടനീളം നോക്കുമ്പോൾ ഈ ദൈവ പരിപാലനയുടെ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിലുടനീളം നമ്മൾ വായിക്കുന്നതാണ്, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് അവരെ പരിപാലിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളും അവരെ കൂടെ നടന്ന് അവരെ നയിക്കുന്ന, അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 2-ാം വാക്യം, 2-3 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് കർത്താവ് അബ്രാഹത്തിനോട് ദർശനത്തിൽ വരുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന വലിയ ഉറപ്പാണ്. ഈ ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വലിയ തിരക്ക്, വലിയ ടെൻഷനും ആകുലതയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനുള്ള നല്ല ബോധ്യത്തിലേക്കും ആഴമായ വിശ്വാസത്തിലേക്കും കടന്നു വരണം. അതോടൊപ്പം നമുക്കറിയാം, തിരക്ക് കൂടുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ഒരു അലസത വരും. ആലസ്യമുള്ള ഹൃദയം, തിരക്കേറിയ ജീവിതവും ആലസ്യമുള്ള ഹൃദയം, ഈ രണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ടെംപ്റ്റേഷൻസ് ആണ്. ഇത് രണ്ടും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് മറന്നു പോകും. ആ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ വ്യതിചലിച്ചു പോകും. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രം ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട്, ദൈവപരിപാലനം മറന്നു പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യും. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടണം. നമ്മൾ വിശ്വസിക്കണം, കർത്താവ് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കൂടെ എന്നൊരു നല്ല ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ കാരണവന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, അപ്പാപ്പന്മാർ, അമ്മാമ്മമാർ, അപ്പച്ചൻ, അമ്മ, അവരൊക്കെ അവരുടെ വലിയ വേദനകളിൽ, അവരുടെ വലിയ അധ്വാനത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ അവർ പറയുന്ന വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ട്. അവരൊക്കെ കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചിരുന്നു.
ഓടി ഓടി മറ്റ് ആശ്രയങ്ങളിലേക്ക് ഒരിക്കലും പോകാതെ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ കാരണവന്മാരായിക്കോട്ടെ, വിശുദ്ധരായിക്കോട്ടെ, വലിയ സാക്ഷികളുടെ ഒരു സമൂഹമുണ്ട്. അവരൊക്കെ ചെയ്തിരുന്ന ഇതാണ്. അതായത് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആഴത്തിൽ വിശ്വസിച്ചു. അവർ മുമ്പിൽ സാധ്യതകളൊന്നുമില്ല. ഇത് നമ്മൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ കഴിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങൾ, ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാത്ത പോലെ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവർ ബ്ലൈൻഡായിട്ട് കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചു. നമ്മൾ ഈ കാരണവന്മാരുടെ ഇങ്ങനത്തെയൊക്കെ ഒരു അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റു പറയാൻ പറ്റുന്ന കുറേയേറെ വാക്കുകളുണ്ട്. അവർ പറയും, എൻ്റെ ദൈവം ഒരു വഴി കാണും. ചിലപ്പോൾ വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലായിരിക്കും അവർ നിൽക്കുമ്പോൾ, പക്ഷേ അവർ പറയും, എൻ്റെ ദൈവത്തിന് ഒരു വഴി കാണും, എൻ്റെ ദൈവം ഒരു വഴി തുറക്കും, എൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ലത്, അത് തമ്പുരാൻ നടത്തിക്കോളും, ദൈവം അതിനുള്ള ശക്തി തരും, ദൈവം ഇത് പരിഹരിക്കും. ഇങ്ങനെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന അവരിൽ നിന്ന് കേൾക്കുന്ന കുറേയേറെ സുഹൃതജപം പോലത്തെ ദൈവപരിപാലനയുടെ ഏറ്റുപറച്ചിലുണ്ട്. എൻ്റെ ദൈവം എല്ലാം കാണുന്നു. നമുക്കിങ്ങനെ ഏറ്റുപറയാൻ പറ്റണം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രതിസന്ധിയുടെ, വിജയത്തിൻ്റെ ഏതവസ്ഥയായിക്കോട്ടെ, അവിടെയൊക്കെ പറയണം, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം ഒരു വഴി തുറക്കും, എൻ്റെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് ഒരു പരിഹാരമാർഗം കാണിച്ചു തരും, എൻ്റെ ദൈവം എനിക്ക് ശക്തി നൽകും. ഇങ്ങനെയുള്ള ദൈവിക പരിപാലനയുടെ ഏറ്റുപറച്ചിലുകൾ, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ എപ്പോഴും സുഹൃത ജപം പോലെ തമ്പുരാനിൽ ആശ്രയിച്ചിട്ട് ഈ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമ്മൾ ഏറ്റുപറയണം. റോമാക്കാരുടെ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു വചനം വലിയ ആഴത്തിലുള്ള ഒരു വചനം. ഇതിൻ്റെ വലിയ ഒരു അർത്ഥത്തിലേക്കും ആഴത്തിലുള്ള ബോധ്യത്തിലേക്കും നമുക്ക് വരാനായിട്ട് പറ്റണം. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും, ഒരു വഴി തുറന്നു തരും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, നമ്മുടെ കഴിവുകളുടെ ദൃഷ്ടിയിൽ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലകളിൽ പോലും തമ്പുരാൻ ഒരു വഴി തുറക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ജീവിതത്തിൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ദൈവപരിപാലനയുടെ ഒരു അനുഭവം ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. അത് വലിയൊരു കാര്യമായിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് ഒരു ഉത്തരം നൽകുന്നുണ്ട്, കർത്താവ് പരിപാലിക്കുന്നുണ്ടെന്ന വലിയ ബോധ്യത്തിലേക്ക് നമ്മെ തന്നെ നയിക്കാനുള്ള ചില അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ഒരു ആവശ്യം വന്ന സമയത്ത് നമുക്കറിയാം അതിനൊക്കെ കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സമയമായി. അപ്പോൾ വിവാഹത്തിൻ്റെ ആലോചന നടക്കുന്നു. ആലോചനയൊക്കെ നടന്ന് അതിൻ്റെ ഒരു ഏകദേശം അത് കൺഫേംഡ് ആവുന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്തൊരു പ്രോബ്ലം ഇതാണ്. പെട്ടെന്ന് കുറച്ച് അത്യാവശ്യമായിട്ട് ഈ വിവാഹത്തിനുള്ള പൈസ എങ്ങനെ ഒപ്പിക്കും. അപ്പം ആരുടെ മുമ്പിലും തലകുനിക്കാനായിട്ടൊരു എങ്ങനെ കടം മേടിക്കാൻ അങ്ങനെ ഒരു ദൈവ ഇടവരുത്തല്ലേ എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ തമ്പുരാനോട് എല്ലാ ദിവസവും പറഞ്ഞു, കുർബാനയ്ക്ക് പോയപ്പോൾ പറഞ്ഞു, ദൈവമേ ഇതിനൊരു വഴി കാണിച്ചു തന്നെ. എൻ്റെ മുമ്പിൽ പെട്ടെന്ന് ഈ കുറഞ്ഞ സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയും കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി കാണുന്നില്ല, പക്ഷേ ദൈവമേ നീ ഇത്രയും വരെ നടത്തി, അപ്പോൾ നീ ഒരു വഴി കാണിച്ചു തരും എന്നൊരു ആഗ്രഹത്തോടെ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മച്ചിയും അപ്പച്ചനൊക്കെ ഈ കല്യാണത്തിൻ്റെ കാര്യം വിളിച്ചു പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഗോയിങ് ടു കൺഫേം, ഇത് ഉറപ്പിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ചോദ്യം അവരിൽ നിന്ന് വരും, ഇനി എപ്പോഴാണ് ഡേറ്റ് വെക്കേണ്ടത്, എത്ര സമയം കിട്ടും, അപ്പോൾ പെട്ടെന്നാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ അമ്മ എന്നെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ആദിയുണ്ട്, ദൈവമേ എന്ത് ചെയ്യും എന്നൊരു ആദിയുണ്ട്. നല്ലൊരു ടെൻഷൻ പോലെ ഇങ്ങനെ വന്നു തുടങ്ങി, ഉള്ളിലൊരു കത്തലുണ്ട്. പക്ഷേ ഈ വിളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തമ്പുരാനോട് വീണ്ടും പറഞ്ഞു, ദൈവമേ ഇത് ഉറപ്പിക്കാൻ പോവാണ്, അപ്പോൾ ഈ ഒരു കാര്യത്തിന് എന്താ ഒരു സൊല്യൂഷൻ, എൻ്റെ മുമ്പിൽ ഒരു വഴിയും കാണാനില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു സാധാരണ കോൾ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കോൾ വന്നപ്പോൾ കുറേ നാളായി അവനെ വിളിച്ചിട്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റീഫൻ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. അതായത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ആ സ്ഥലം വിൽക്കാതെ ഇങ്ങനെ കിടക്കുക, അപ്പോൾ കൂട്ടുകാരനൊക്കെ കൂടി വാങ്ങിച്ചൊരു സ്ഥലമാണ്. അവൻ പറഞ്ഞു, ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് അത് കാര്യങ്ങളൊക്കെ ശരിയാവും നടക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തൊന്ന് അറിയിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എൻ്റെ തമ്പുരാനോട് പറഞ്ഞു, ഇത് ദൈവം കാണിച്ചു തന്നൊരു വഴിയാണ്,
എൻ്റെ മനസ്സിൽ ആദിയോടെ ചിന്തിച്ച ഒരു കാര്യത്തിന് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് ഒരു വഴി കാണിച്ചു തരാണ് ചെയ്തത്. ഞാൻ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് ആ ഒരു ട്രാൻസാക്ഷനിൽ ഇടപെട്ട് വളരെ പെട്ടെന്ന് എൻ്റെ ആവശ്യത്തിന് എന്താണോ ആവശ്യം അതിനുള്ള ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ തമ്പുരാൻ കാണിച്ചു തന്നു. ഞാനപ്പോൾ ഓർക്കാണ്, ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവം കാണുന്നു, നമ്മെ കാണുന്നു, ദൈവം പരിപാലിക്കുന്നു എന്നൊരു വലിയൊരു അനുഭവം. ചെറിയ കാര്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് ദൈവിക പരിപാലനയിൽ ആഴത്തിൽ ആശ്രയിച്ച് കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളിലും ഒരു വഴിയും സാധ്യതയുമില്ലാത്ത സമയത്ത് പോലും വീണ്ടും തുടങ്ങാനായിട്ട്, വീണ്ടും മുന്നോട്ട് പോകാനായിട്ട്, നിലനിൽക്കാനായിട്ടുള്ള വഴി തുറക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യത്തിലൂടെ ദൈവം കാണുന്ന, ഒരു വഴി തുറക്കുന്ന ഒരു അവസ്ഥ, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവിക പരിപാലനയിൽ എപ്പോഴും ആശ്രയിക്കാൻ, പണ്ട് കാരണവന്മാർ പറഞ്ഞ പോലെ ദൈവം ഒരു വഴി കാണും, ദൈവം ശക്തി നൽകും, ദൈവം സൗഖ്യം നൽകും, ദൈവം പരിഹാരം കാണും. എൻ്റെ തമ്പുരാന് എല്ലാം സാധ്യമാണ്, എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന ദൈവിക പരിപാലനയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളിലേക്ക് നമുക്ക് പോകണം. ആദ്യത്തെ കാര്യം ഇതാണ്, തമ്പുരാൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്തിലുള്ള ആഴത്തിലുള്ള ആ ഒരു വിശ്വാസം നമ്മൾ നടക്കണം, ആ വിശ്വാസത്തിലേക്ക് പോകണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവിക പരിപാലനയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്ന കാര്യമാണ് രണ്ടാമത്തേത്. അത് പ്രാർത്ഥനയിലൂടെയാണ്. തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വാസം വളർത്താനായിട്ട് ആ വിശ്വാസത്തിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാണ്. നമ്മളൊന്ന് ഓർക്കണേ, നമ്മൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ദൈവപരിപാലനയുടെ സ്വരം ശ്രവിക്കാനായിട്ട് എനിക്ക് പറ്റും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ജോലിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ വേഗം അമ്മയെ വിളിക്കും, നമ്മളുടെ പ്രിയപ്പെട്ടവരെ വിളിക്കും. അപ്പോൾ അമ്മയെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ പറയും, അത് കുഴപ്പമില്ലടാ, അത് ഒരു വഴി കാണും, അത് ശരിയായിക്കോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം, കുറച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു പറയുന്ന ഒരു വചനം, ഇങ്ങനെ കുറച്ച് ആശ്വാസ വചനങ്ങൾ ഇങ്ങനെ പറയും, കുഴപ്പമില്ലടാ ശരിയായിക്കോളും, ഇങ്ങനെ പറയും. ഇതുപോലെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ദൈവപരിപാലനയുടെ ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റി ആയിട്ട്, വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു അമ്മ മകൻ്റെ അടുത്ത് പറയുന്ന പോലത്തെ ആശ്വാസ വാക്കുകൾ പോലത്തെ ദൈവപരിപാലനയുടെ സ്വരം ശ്രവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റും. തമ്പുരാൻ പറയും, ഞാൻ ഇതിനൊരു പരിഹാര മാർഗം കണ്ടിട്ടുണ്ട്, എൻ്റെ പദ്ധതി ക്ഷേമകരമായ പദ്ധതിയാണ്, ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്ന ദൈവപരിപാലനയുടെ സ്വരം, വചനങ്ങൾ ഇഷ്ടംപോലെ ശ്രവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പി 4:6 പറയുന്നുണ്ട്, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ മുമ്പിൽ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കും. നമ്മളുടെയൊക്കെ ധാരണകളെക്കാളും അപ്പുറത്തുള്ള സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കും. അപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കണം. ദൈവപരിപാലനയിൽ ആശ്രയിക്കാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ്, പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതാണ്, ദൈവത്തിൻ്റെ പരിപാലനയുടെ സ്വരം ശ്രവിക്കാൻ പറ്റും. ഒരു അപ്പൻ കുഞ്ഞിനോട് പറയുന്ന പോലെ, ഒരമ്മ മകനോട് പറയുന്ന പോലെ കുഴപ്പമില്ല എന്നുള്ള സ്വരം ശ്രവിക്കാൻ പറ്റും. ഇതിനൊരു പരിഹാരമുണ്ട് എന്ന സ്വരം ശ്രവിക്കാൻ പറ്റും. ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്ന ദൈവത്തിൻ്റെ വചനം എത്ര വലിയ പ്രോബ്ലംസിൻ്റെ മുമ്പിലായാലും, എത്ര വലിയ വിജയത്തിൻ്റെ മുമ്പിലായാലും, എത്ര വലിയ രോഗത്തിൻ്റെ മുമ്പിലായാലും കർത്താവ് നമ്മുടെ മുമ്പിൽ നോക്കി പറയും, നമ്മുടെ ചെവിട്ടിൽ പറയും, ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം പരിണമിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയണം. ഇതുവരെ നടത്തിയ ദൈവത്തിന്, ആദ്യം പറഞ്ഞു ദൈവ പരിപാലനയുള്ള വിശ്വാസം, രണ്ടാമത് പ്രാർത്ഥന, കർത്താവിൻ്റെ പരിപാലനയുടെ സ്വരം ശ്രവിക്കാനായിട്ടിരുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ പരിപാലനയുടെ ചരിത്രം. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ദൈവിക പരിപാലനയുടെ ചരിത്രം ഒന്ന് ഓർത്തെടുക്കണം. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് തമ്പുരാന് നന്ദി പറയാനായിട്ട് പറ്റണം. പ്രത്യേകിച്ച് ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകളുടെയൊക്കെ മുമ്പിലെത്തുമ്പോൾ ഓർക്കണം,
ഇതിനു മുമ്പ് ഇതിലും വലിയ മല നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഇതിലും വലിയ പ്രോബ്ലംസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൈ പിടിക്കാനായിട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ ദൈവം അതിന് പരിഹാരമാർഗം നൽകിയിട്ടുണ്ട്. എൻ്റെ ദൈവം അതിനെ അതിജീവിക്കാൻ എനിക്ക് ശക്തി നൽകിയിട്ടുണ്ട് എന്ന് ഓർക്കണമെങ്കിൽ ഞാൻ ദൈവപരിപാലനയുടെ ചരിത്രം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവപരിപാലനയുടെ ചരിത്രം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ജോഷുവ പുസ്തകത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ജോർദാൻ നദി കടന്ന ഇസ്രായേൽ ജനത്തെ ജോഷുവ പ്രവാചകൻ കൂട്ടിയിട്ട് പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സ്മാരകശില സ്ഥാപിക്കുന്നുണ്ട്. ജോർദാൻ നദി കടത്തിയ ദൈവത്തെ ഒരിക്കലും മറക്കാതിരിക്കാൻ, ഇനി വരുന്ന തലമുറ ഒരിക്കലും ഈ ഒരു വലിയ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു സംഭവം മറക്കാതിരിക്കാൻ ഈ സ്മാരകശില ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട് സ്മാരകശിലകൾ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൈവിക പരിപാലനയുടെ എല്ലാ അനുഭവങ്ങളും, ദൈവപരിപാലനയുടെ എല്ലാ അനുഗ്രഹങ്ങളും, തമ്പുരാൻ നടത്തിയ വഴികൾ, തുറന്ന വാതിലുകൾ, വലിയ അത്ഭുതങ്ങൾ, ഇതൊക്കെ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും ദൈവപരിപാലനയുടെ ചരിത്രം നമ്മൾ ഓർത്തെടുക്കണം. നമ്മൾ ഓർത്തെടുത്ത് ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്ത് തമ്പുരാന് നന്ദി പറയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമോ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു പ്രത്യാശ, വലിയ തമ്പുരാൻ്റെ ആശ്രയബോധം ശരിക്കും ഉണർന്നിട്ട് ഞാൻ പറയും, ഇതിലും വലിയ കാര്യങ്ങൾ, ഇതിലും വലിയ പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൈ പിടിക്കാൻ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ഇതിലും വലിയ ജീവിതാവസ്ഥയുടെ ഒരു പ്രോബ്ലത്തിൻ്റെ അവസരത്തിൽ എന്നെ താങ്ങാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ കരുണയും സ്നേഹവും വഴി അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. കരങ്ങളിൽ കർത്താവ് നമ്മളെ വഹിച്ച കഴിഞ്ഞ കാലങ്ങളെ നമ്മൾ ഓർത്ത് നമ്മൾ അത് എന്താ പറയുക, അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പഴയ കാലങ്ങളെ എപ്പോഴും ഓർത്ത് കർത്താവിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, വലിയ ജീവിതാവസ്ഥകളൊക്കെ വരുമ്പോൾ ദൈവത്തിലെ ആശ്രയിക്കാനുള്ള വലിയൊരു ഉണർവിലേക്ക്, വലിയൊരു ഊഷ്മളത, ഒരു വലിയൊരു ഉത്തേജനത്തിലേക്ക് എൻ്റെ ജീവിതം നയിക്കും. നമ്മൾ ഓർക്കണം, പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുക. ഇതുവരെ നടത്തിയ നല്ലൊരു പാട്ടില്ലേ, ഇതുവരെ നടത്തിയ ദൈവം, പണ്ടത്തെ കാര്യങ്ങൾ ഇതുവരെ നടത്തിയ എൻ്റെ ദൈവം ഇനിയും എന്നെ ഇതിലും മനോഹരമായിട്ട് നയിക്കുമെന്ന് ഓർക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ജോലിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറേ കാൽക്കുലേഷൻസ് വരും. അപ്പോൾ ഞാൻ അന്ന് വളരെ തുച്ഛമായൊരു ശമ്പളത്തിലിരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിയുന്ന സമയമാകുമ്പോൾ എക്സൽ ഓപ്പൺ ചെയ്യും. എക്സലിൽ എടുത്തിട്ട് കണക്ക് കൂട്ടി തുടങ്ങും. നമ്മളുടെ വരുമാനമൊക്കെ വെച്ചിട്ട് ഒരു 12 മാസം ഇത്ര, അതിലിത്ര ചിലവ് എന്നൊക്കെ വെച്ച് കണക്ക് കൂട്ടും. വളരെ ചുമ്മാ ഒരു കണക്ക്. ഈ കണക്കൊക്കെ കൂട്ടി എക്സലിൽ കുറേ പ്രൊജക്ഷൻസൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇതെങ്ങും മുട്ടാതെ വരും. അപ്പോൾ ഞാൻ ആ ഫയലേ അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ തമ്പുരാനോട് പറയും, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിപാലകനായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ആ പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ കൂട്ടിയ കണക്കിലൊക്കെ കൂടാതെ ദൈവം വളരെ മനോഹരമായിട്ട് നടത്തിയ വഴികൾ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ കണക്കിൽ കൂടാത്ത കണക്കുകളാണ്, പക്ഷേ ദൈവം മനോഹരമായിട്ട് നടത്തി. അപ്പോൾ ഈ പഴയ ചരിത്രങ്ങൾ നമ്മൾ ഓർത്തെടുത്ത്, പഴയ ചരിത്രങ്ങൾ എപ്പോഴും ഓർത്ത് അതിന് നന്ദി പറയണം. ദൈവം പരിപാലിച്ച വഴികൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാം ഓർത്തെടുത്ത് എപ്പോഴും ഓർക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ഓർത്തെടുത്ത് ഇതിന് നന്ദി പറയുമ്പോൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കാനുള്ള വലിയൊരു ഉത്തേജനം, വലിയൊരു കോൺഫിഡൻസിലേക്ക് നമ്മൾ പോകും. 4-ാമത്തെ കാര്യം ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്ന് പിന്തള്ളപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞു ദൈവ പരിപാലനയിലുള്ള വിശ്വാസം, അതിൽ ആഴപ്പെടണം. രണ്ടാമത് പറഞ്ഞു നമ്മൾ ദൈവ പരിപാലനയിൽ ആ വിശ്വാസത്തിലേക്ക് വരാൻ അതിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് എപ്പോഴും തമ്പുരാൻ്റെ പരിപാലനയുടെ സ്വരം ശ്രവിക്കാനായിട്ട് പ്രാർത്ഥനയിൽ ആഴപ്പെടണം. മൂന്നാമത് നമ്മൾ പറഞ്ഞു പഴയ കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയണം. 4-ാമത്തെ കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്പുരാൻ്റെ പരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെടരുത് എന്ന് പറയുമ്പോൾ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് സ്നേഹവും കരുണയിലൂടെ വീണ്ടെടുത്തു, കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ അവനെ എതിർത്തു. അടുത്ത വചനം ഇതാണ്, എന്നിട്ടും അവർ അവനെ എതിർത്തു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്ന് പിന്തള്ളപ്പെടാതിരിക്കാൻ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. പാപ സാഹചര്യങ്ങളിൽ,
പാപത്തിൻ്റെ മേഖലകളിലൊക്കെ കർത്താവ് തിരിച്ചു വിളിക്കുന്ന വിളിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതത്തോട് എപ്പോഴും ചേർന്ന് നിന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോകാതെ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് മാറാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനുവേണ്ട നല്ല കൃപകൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്, ചിറകിൻ കീഴിലെന്ന പോലെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും, അവിടുന്ന് അവരെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നത്, കഠിനമായി മത്സരിച്ച് അവിടത്തെങ്കിലേക്ക് തിരിച്ചു വരിക, ഉപേക്ഷിച്ചവനിലേക്ക് കഠിനമായി മത്സരിച്ച് തിരിച്ചു വരിക. നമ്മളൊന്ന് ഓർക്കണം, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു ശക്തിയിലേക്ക് എപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു ശ്രദ്ധ, പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, കർത്താവിൻ്റെ ഹിതത്തോട് ചേർന്ന് കർത്താവിൻ്റെ പരിപാലനയുടെ കീഴിൽ കരത്തിൻ കീഴിൽ ആയിരിക്കാനുള്ള ശ്രദ്ധ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കേണ്ട വലിയൊരു സത്യമാണ്, കർത്താവിൻ്റെ പരിപാലനയുടെ കീഴിലാണ് നമ്മളൊക്കെ. ദൈവത്തിൻ്റെ ശക്തി കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സങ്കീർത്തനം പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ബലത്താലല്ല രാജാവ് രക്ഷിക്കപ്പെടുന്നത്, യോദ്ധാവ് ശക്തിയാലല്ല മോചിക്കപ്പെടുന്നത്, പടക്കുതിരയുടെ ബലം കൊണ്ട് രക്ഷിക്കപ്പെടാമെന്ന് ഉള്ള ആശ വ്യർത്ഥമാണ്. സൈന്യങ്ങളുടെ ബലമല്ല, യോദ്ധാവിൻ്റെ ശക്തിയോ കരുത്തോ അല്ല, പടക്കുതിരയുടെ ബലമല്ല നമ്മെ രക്ഷിക്കുന്നത്, കർത്താവിൻ്റെ പരിപാലനയാണ്, കർത്താവിൻ്റെ കാരുണ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനുള്ള ആ വിശ്വാസത്തിലേക്ക് വരാനുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കണ്ണുകളായി അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിപാലനയുടെ കീഴിൽ എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിപാലനയിലുള്ള ആശ്രയം, അതിലുള്ള വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിപാലനയുടെ സ്വരം ശ്രവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ പരിപാലനയുടെ വഴികളോർത്ത് നന്ദി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ പോലും കർത്താവെ വീണ്ടും തുടങ്ങുവാനും നിലനിൽക്കുവാനും മുന്നോട്ട് പോകാനുള്ള ദൈവിക പരിപാലനയുടെ ഒരു അഭിഷേകം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നിത്യവും അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ